വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടും. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. ശ്യാമാംബരം എന്ന് പറയുന്ന സീരിയൽ അഖിൽ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന നമ്മുടെ സ്വന്തം തനുജ് മേനോൻ. യെസ്, ഓൾറെഡി മ്യൂസിക് ഡയറക്ടറാണ്, സിംഗറാണ്. അതിലേക്ക് ഞാൻ പിന്നെ വരാം. ബട്ട് ഡാൻസിംഗ് കൂടെ പഠിച്ചു എന്നുള്ള സാധനം കേട്ടിട്ടുണ്ടായിരുന്നു. സീ കേരളം അവാർഡ്സിലാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഫോർ ഡാൻസിങ്. സോ ആക്ച്വലി പാഷൻ ആക്ടിംഗ് ആണോ, മ്യൂസിക് ഡയറക്ഷൻ ആണോ, സിംഗിങ് ആണോ, എന്ത്? ആസ് എ സിംഗർ ഐ സ്റ്റാർട്ടഡ്. ഓൾമോസ്റ്റ് എല്ലാ ചാനലിലും റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട് തമിഴില്. മലയാളത്തില് വായിക്കാനും ഇതിനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു? അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത്? ഇപ്പോഴും അസോസിയേറ്റ് ചാർട്ടൊക്കെ ചെയ്യുമ്പോൾ ധൈര്യമായിട്ട് ഇരുന്ന് ചാർട്ട് ചെയ്തു എൻ്റെ അടുത്ത് നിന്ന്. എനിക്ക് ഒന്നും വായിക്കാനും അറിയില്ല, ഒന്നും അറിയില്ല. നാളെ നമുക്ക് ഷൂട്ട് ഉണ്ടോന്ന് പോലും നമുക്ക് എഴുതുമ്പോൾ ആർട്ടിസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് വായിക്കാൻ അറിയില്ല. ഫേവറേറ്റ് പേഴ്സൺ ഓൺ സെറ്റ് ഇസ് ഹരിത, ആൻഡ് ഡെഫിനറ്റ്ലി ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ അവൾ കൊല്ലും. ഞങ്ങൾ സെറ്റേ ഫണ്ട് തന്നെ, സെറ്റേ ഫണ്ട് തന്നെ എല്ലാവരും. ഗുരുവായൂരിലെ ഷൂട്ട് ചെയ്തപ്പോൾ വി കുഡന്റ് ഷൂട്ട്. അത്രയ്ക്ക് ക്രൗഡ് വന്ന് ശ്യാമ, അഖിൽ സർ, എനിക്ക് ഇങ്ങനത്തെ ഒരു മകൻ വേണം, എനിക്ക് ഇങ്ങനത്തെ ഒരു മകള് വേണം, ഇങ്ങനത്തെ ഒരു മരുമകൾ വേണം. സോ എന്തിനാ മോളെ ഇങ്ങനെ കറയണേ, കുറച്ച് നമുക്ക് ഒന്നുമില്ല, അഖിൽ സാർ ഉണ്ടല്ലോ, നിന്ന് നോക്കിക്കോളും. സോ ദേ ആർ കംപ്ലീറ്റ്ലി ഇൻ ടു ദ ക്യാരക്ടർ. നെഞ്ചുക്കൾ പെയ്തിടും മാമഴை, നീരുക്കുൾ മൂழ்கிடும் താമரை, சற்றென்று மாறுது வானிலை, பெண்ணே உன்மேல் பிழை, ஹோ நில்லாமல் வீசிடும் பேரலை, நெஞ்சுக்குள் நீந்திடும் தாரகை, பொன்வண்ணம் சூடிய காரிகை, പെണ്ണേ നീ കാഞ്ചനൈ. ഗ്രേറ്റ്, സൂപ്പർ സൂപ്പർ മാൻ. സോ എന്തായാലും ബിഹൈൻഡ് വുഡ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് മലയാള സീരിയൽ രംഗത്തെ ഒരു യങ് സെൻസേഷൻ ആയിട്ട് എല്ലാവരും അംഗീകരിച്ച ഒരു വ്യക്തിയാണ്. സീ കേരളത്തിലെ ശ്യാമാംബരം എന്ന് പറയുന്ന സീരിയൽ അഖിൽ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന നമ്മുടെ സ്വന്തം തനുജ് മേനോൻ. യെസ് മാൻ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു ബ്രോ. ടയർഡാണെന്ന് തോന്നുന്നു ഭയങ്കര. അതെ, ഇന്നലെ നൈറ്റ് 2 o'clock ആണ് അവാർഡ് ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ്. സോ ഓക്കെ, ഉറക്കൊക്കെ എണീറ്റ് ഞങ്ങൾ ഡിസ്റ്റർബൻസ് ആയെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇല്ല, തീർച്ചയായിട്ടും ബിഹൈൻഡ് വുഡ്സിനെ എപ്പോഴും എങ്ങനെയായിരുന്നു ഈ അഖിൽ എന്ന് പറയുന്ന ക്യാരക്ടർ? ഇതിന് മുമ്പ് പളങ്ക് എന്ന് പറയുന്ന സീരിയലിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ അഖിലിന് വെച്ചിട്ട് തന്നെ അങ്ങ് തുടങ്ങാം. ശ്യാമാംബരത്തിലേക്ക് എത്തിപ്പെട്ട കഥ എങ്ങനെയായിരുന്നു? ശ്യാമാംബരത്തിൽ എത്തിപ്പെട്ട കഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും രസകരമായിട്ടുള്ള കഥയാണ്. ബിക്കോസ് എന്തെന്ന് വെച്ചാൽ പളുങ്ക് കഴിഞ്ഞിട്ട് എൻ്റെ മൂവിയുടെ റിലീസ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. ആസ് എ മ്യൂസിക് ഡയറക്ടർ ഐ ഡിഡ് എ മൂവി. സോ അതിൻ്റെ റിലീസ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. സോ പളുങ്ക് ഡിസംബറിൽ കഴിഞ്ഞു. മാർച്ച്, ഏപ്രിൽ, മെയ് 13th ഐ ഗോട്ട് എ കോൾ ഫ്രം ഗ്രീൻ TV. ഇതുമാതിരി ഒരു പ്രോജക്റ്റാണ്, ഒരു 70 എപ്പിസോഡ് പോയ സീരിയലാണ്. പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ട്, സോ അത് നിങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് വെച്ച് 13th മോർണിംഗ് ചോദിച്ചു. 13th മോർണിംഗ് ഞാൻ ഫോട്ടോസും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഡിമാൻഡ്സും അതൊക്കെ പറഞ്ഞു. 13th നൈറ്റ് 10:30 ആകുമ്പോൾ കൺഫേം ആണ്. 14th മോർണിംഗ് ഫ്ലൈറ്റ് കയറണമെന്ന് പറഞ്ഞു. സോ ഈ അഖിൽ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഒറ്റ ദിവസത്തിൽ റെഡി ആയതാണ്. ആൻഡ് നൗ ഇറ്റ്സ് ലൈക്ക് ബ്ലെസ്സിങ് ഫോർ മീ. എവിടെ ഏത് ആൾക്കാർ, ഫാൻസ് ആയാലും ശരി, പ്രേക്ഷകരായാലും എല്ലാവരും നമ്മൾ പുറത്തു പോകുമ്പോൾ കാണുന്നത് അഖിൽ സാർ എന്നാണ് കാണുന്നത്. സോ അഖിൽ സാർ അല്ലേ, സോ അങ്ങനെയാണ് ചോദിക്കുക. സോ ദാറ്റ് നെയിം ഹാസ് ഗിവൻ മീ സോ മച്ച് ആൻഡ് ഐ എം സോ ബ്ലെസ്ഡ് ഫോർ ഇറ്റ്. വേറെ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഗ്രീൻ TV എന്റെ ആദ്യത്തെ, ഞാനും സീരിയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ആദ്യത്തെ വർക്ക് ഗ്രീൻ TV എന്ന് പറയുന്ന കമ്പനിയുടെ രമ മാഡത്തിന്റെ കൂടെ. രമ മാഡം എന്നെ ഫസ്റ്റ് സീരിയലിലേക്ക് കൊണ്ടുവന്നത്. സോ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഞാൻ വർക്ക് ചെയ്ത വേറെ, അതിനുശേഷം ഞാൻ കുറച്ച് സീരിയൽസ് ചെയ്തു, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ദാറ്റ് ടീം? യാ, ഐ മീൻ ഇത് കംപ്ലീറ്റ് മാം വന്നിട്ട് എന്നെ വിളിക്കുന്നത് മോണെ എന്നാണ് വിളിക്കുന്നത്. സോ അത് വന്ന് ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി നൗ. സോ അതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് ഡെയിലി നമ്മൾ ജോലിയായിട്ട് പോവാണ്. ആൻഡ് മാം എന്ന് വെച്ചാൽ ഒരു പ്രൊഡ്യൂസർ പോലെ ഉണ്ടാവില്ല. ഷീൽ ബി ലൈക്ക് ഷീൽ കം ടു സെറ്റ്സ് ആൻഡ് ലൊക്കേഷൻ ആൻഡ് ഷീൽ നമുക്ക് ഇത് ചെയ്യാം, നമുക്ക് ഫോട്ടോ എടുക്കാം, വാ ഈ സൂപ്പർ ആയിട്ട് ഡ്രസ്സൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ ഇടാ ഈ കോസ്റ്റ്യൂം അതിലേക്ക് പോരാ, വാ നമുക്ക് വേറെ കോസ്റ്റ്യൂം വാങ്ങാം. ഷീൽ കം ഫോർ പർച്ചേസസ് എന്നാണ്.
Encouragement ഷീൽ കം ഫോർ പേഴ്സൺ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നീ വിട്, ഞാൻ പോയി ഞാൻ വാങ്ങിയിട്ട് നിനക്ക് അയക്കാം. So never producer, I've never seen a producer doing such things. മലയാളത്തിൽ ഭയങ്കര കഷ്ടമാണ് അങ്ങനെ ഒരു പ്രൊഡ്യൂസർ. സോ യു ആർ ബ്ലെസ്ഡ് ഇൻ ദാറ്റ് വേ ടു. Definitely. യെസ്. അപ്പോ അഖിൽ എന്ന് പറയുന്ന ക്യാരക്ടർ, ഈ ക്യാരക്ടർ ഭയങ്കര റീച്ച് കിട്ടിയ ഒരു സംഭവമായിരുന്നു. ഭയങ്കരമായിട്ട് ഈ റിയൽ ലൈഫിലെ അഖിലും അതുപോലെ റിയൽ ലൈഫിലെ തനൂജും തമ്മിൽ എത്രത്തോളം സിമിലാരിറ്റീസ് ഉണ്ട്? സിമിലാരിറ്റീസ് എന്ന് വെച്ചാല് സെയിം അഖിൽ പറഞ്ഞ ക്യാരക്ടർ ഐ എം ക്യാരിങ് ടു. അതേപോലെ ഐ ഹാവ് മൈ ഫാമിലി ബോണ്ടിങ്, അതൊക്കെ ഉണ്ട്. സോ എന്ത് നോക്കെന്ന് വെച്ചാല് അഖിലിന്റെ അത്ര റിച്ച് അല്ല, അഖിലിന്റെ അത്ര റിച്ച് അല്ല, പക്ഷേ അങ്ങനെ എത്തിപ്പെടുന്നു. ഭാവിയിൽ തനൂജ് ആക്ച്വലി മലയാളി ആണെങ്കിലും കൂടുതലും ചെന്നൈയും ഹൈദരാബാദൊക്കെ ആണെന്ന് തോന്നുന്നു. അല്ല, ഞാൻ ബോൺ ആൻഡ് ബോർഡ് ഇൻ ചെന്നൈ കംപ്ലീറ്റ്ലി. മലയാളത്തിലേക്കുള്ള റൂട്ട് എങ്ങനെയാണ്? മലയാളത്തിലേക്കുള്ള റൂട്ട് എന്ന് വെച്ചാല് ആക്ച്വലി ഞാൻ തമിഴിൽ ഒരു സീരിയൽ ചെയ്യണ്ടായിരുന്നു. അതിന്റെ ഷൂട്ട് വന്ന് ഇവിടെ ആയിരുന്നു. ഇവിടെ വന്ന് ജയകുമാർ സാർ, റോസ് പെറ്റൽസ് പ്രൊഡക്ഷൻസിന്റെ ജയകുമാർ സാറിന്റെ ഒരു തമിഴ് പ്രോജക്റ്റ്, സോ കളേഴ്സിൽ. സോ അത് നമ്മൾ അവിടെ ചെയ്യുമ്പോൾ ജയകുമാർ സാറിന്റെ പളുങ്കില് ഹീറോ ചേഞ്ച് വേണം. സോ ഞാൻ ജയകുമാർ സാറിന്റെ വർക്ക് ഞാൻ ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. സോ ഓബിയസ്ലി ജയകുമാർ സാർ ചോദിച്ചു, ഇതുപോലെ ഒരു ചേഞ്ച് ഉണ്ട്, പക്ഷെ 200 എപ്പിസോഡ്സ് പോയ സീരിയലാണ്, ബട്ട് ഏഷ്യാനെറ്റാണ്, വിൽ യു ബി ഇൻട്രസ്റ്റഡ് എന്ന് ചോദിച്ചു. പിന്നെ ഐ തോട്ട് ഓക്കെ ഫൈൻ, ഓപ്പണിംഗ് ടു എ മലയാളം ഇൻഡസ്ട്രി ഇൻ ഏഷ്യാനെറ്റ് ടു. സോ ഐ തോട്ട് ഓക്കെ ഐ വിൽ ഡു എന്ന് പറഞ്ഞിട്ടാണ് പളുങ്കിലത്തേക്ക് ഫസ്റ്റ് എൻട്രി ഇൻ മലയാളം. കോസ്റ്റേഴ്സ് ഉണ്ട് ഒബ്വിയസ്ലി. ഹരിത ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ലൊക്കേഷനിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര എന്തെങ്കിലും പ്രാങ്ക് ഒപ്പിക്കുക, എന്തെങ്കിലും പണി തരിക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ഭയങ്കര ഒരു ജോളി മൂഡായിരിക്കും എന്ന് വെച്ചാൽ ഹരിത ഇസ് മൈ, എന്താ പറയാ, എന്റെ കൂടെ ഐ മീൻ ഞാൻ ചെയ്തതിൽ ബെസ്റ്റ് കോ സ്റ്റാർ എന്ന് പറയാം. ബിക്കോസ് ഷീ ഈസ് നോട്ട് എ കോ സ്റ്റാർ ആസ് വെൽ, ബിക്കോസ് ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് നൗ. സോ ദാറ്റ്സ് ഹാപ്പി ടു ബി ലൈക്ക് ദാറ്റ്. ബിക്കോസ് നമുക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെ കോ സ്റ്റാറിന് കിട്ടുമ്പോൾ നമുക്ക് ഇനിയും സീൻസ് വന്ന് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് ഒരു 100% ക്രിട്ടിക് കിട്ടും. ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആണെങ്കിൽ എടാ നീ ചെയ്യുന്നത് നന്നായിട്ടില്ല, എടാ വേറെ മാറി ചെയ്യാം വാ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സീനിൽ വർക്ക്ഔട്ട് ചെയ്യാനുള്ള സാധനം ഉണ്ടാവില്ല. ഇംപ്രൈസ് അത് അവർക്ക് പറഞ്ഞാൽ അവർ തെറ്റിദ്ധരിക്കുവോ അല്ലെങ്കിലും അവരെങ്ങനെ എടുക്കും അങ്ങനെയൊന്നും അറിയില്ല. ബട്ട് ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇറ്റ് വാസ് ലൈക്ക് ഇനിയും അഖിൽ ആൻഡ് ശ്യാമ എന്നുള്ള ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ഒരു കണക്കിന് സീരിയലിനകത്തും നമുക്ക് അത് വിസിബിൾ ആണ്. കാരണം ആ ഒരു കെമിസ്ട്രി നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. വേറൊരു എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ആക്ച്വലി പളുങ്കിലാണെങ്കിലും ഇതിനാണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഒരു ചേഞ്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു. സോ അതിനകത്തൊരു റിസ്ക് ഫാക്ടറോ കാരണം അങ്ങനെ എന്തെങ്കിലും ടെൻഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ജോയിൻ ചെയ്യുന്ന സമയത്ത്? ഒരാൾ കുറച്ച് നാൾ ചെയ്തു വെച്ച ക്യാരക്ടർ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് പളുങ്ക് ചെയ്യുമ്പോൾ ഞാൻ അത് ആലോചിച്ചില്ല. ബട്ട് ഐ ഗോട്ട് സോ മെനി നെഗറ്റീവ് കമന്റ്സ് ഓൺ പളുങ്ക്. യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ നിറയെ നെഗറ്റീവ്. ബിക്കോസ് ഒരു 250 എപ്പിസോഡ് ഒരു പുള്ളി ചെയ്ത് വെച്ചിരിക്കണത് അത് നമ്മൾ അത് ഇറ്റ്സ് നോട്ട് ദെയർ മിസ്റ്റേക്ക്, ഇറ്റ്സ് ദെയർ. അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം എടുക്കും. ആൻഡ് അത് ഞാൻ ചെയ്തു, ഓക്കെ ഫൈൻ, ഇറ്റ്സ് ഡൺ ആൻഡ് ദാറ്റ് സീരിയൽ ഗോട്ട് ഓവർ. ആൻഡ് ഇതും എന്ന് ചോദിച്ചപ്പോൾ സെക്കൻഡ് തിരിച്ചും റീപ്ലേസ്മെന്റ് പോണോ വേണ്ടേ എന്ന് തിങ്ക് ചെയ്തു. ബട്ട് ഐ തോട്ട് ഓക്കെ 70 എപ്പിസോഡ്സ് അല്ലേ പോയിട്ടുള്ളൂ, വിൽ ഗോ, വിൽ സീ വാട്ട് ആണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഫസ്റ്റ് വീക്കിന്റെ TRP വരുന്ന ദിവസമാണ് ഇറ്റ് വാസ് ലൈക്ക് എന്താ വെച്ചാല് ഇറ്റ് വാസ് സോ ക്രൂഷ്യൽ. അതെന്താ വെച്ചാല് ഇവര് ഈ ശമാമ്പരം ടീം എല്ലാരും മേക്ക് ചെയ്ത് വെച്ച ഒരു പ്ലാറ്റ്ഫോമിൽ എന്നെ കയറ്റി കൊണ്ടുപോയി നിർത്തി. ഓൾറെഡി ആ 70 എപ്പിസോഡ്സ് ഇവർ വന്ന ഒരു ഫാൻ ഫോളോയിങ്ങും ബേസും അതിന്റെ സീരിയലിന്റെ സ്റ്റാൻഡേർഡും കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഞാൻ പോയി നിന്നു. അതിൽ നിന്നപ്പോ അന്നത്തെ ആ TRP ടൈം നോക്കണമല്ലോ. ഐ മീൻ ഫസ്റ്റ് വീക്ക്, ബിക്കോസ്
ദാറ്റ്സ് എ ക്രൂഷ്യൽ പോയിന്റ് ഫോർ എവറി ആർട്ടിസ്റ്റ്. അന്ന് ഇപ്പൊ ഞാൻ വന്നിട്ട് TRP കുറഞ്ഞ അത് കംപ്ലീറ്റ്ലി ഗോ ഓൺ മൈ ഹെഡ്. ആൻഡ് അത് കേറിയാല് നമുക്ക് ഓക്കെ പിടിച്ചു നിക്കാന്നാണ്. സോ ഭാഗ്യത്തിന് എല്ലാ ഇതിനെയും അന്നത്തെ ഇത് ഞങ്ങള് ഫസ്റ്റ് തുടങ്ങി. നല്ലൊരു ഐശ്വര്യത്തോടെ തുടങ്ങി. സോ അത് ബ്ലെസ്സിങ് ആണ്. ഇറ്റ്സ് നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് മീ, ഇറ്റ്സ് ഓൾവേസ് എവറി ആർട്ടിസ്റ്റ്, ടെക്നീഷ്യൻസ്, എവരിവൺ ഹു വർക്ക് ദേർ ഓൾറെഡി അത് പ്രീവിയസ് ആയിട്ട് സ്റ്റെപ്സ് ഇട്ടതുകൊണ്ട് ഞാൻ അവിടെ പോയി നിന്ന് അത് ചെയ്തതുകൊണ്ട് എനിക്കും ആ ഒരു ഭാഗ്യം കിട്ടി. പിന്നെ ഈ ശ്യാമാമ്പരത്തിന്റെ കൂടെ പറയുന്നത് ഇപ്പൊ കുറച്ച് അടുത്തായിട്ട് കുറച്ച് ഡാൻസിലേക്കും കുറച്ച് വഴിതിരിച്ച് വിട്ടു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓൾറെഡി മ്യൂസിക് ഡയറക്ടറാണ്, സിംഗറാണ്, അതിലേക്ക് ഞാൻ പിന്നെ വരാം. ഇപ്പൊ ഡാൻസിങ് കൂടെ പഠിച്ചു എന്നുള്ള സാധനം കേട്ടിട്ടുണ്ട്. അതെന്താ വെച്ചാല് സീ കേരളം അവാർഡ്സിലാണ് എന്റെ ഫസ്റ്റ് സ്റ്റേജ് ഫോർ ഡാൻസിങ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ നടന്ന അവാർഡ്സ് നൈറ്റിലാണ് എന്റെ ഫസ്റ്റ് ഡാൻസ് സ്റ്റേജ്. അത് എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഓഡിയൻസ് പറയട്ടെ. അത് കണ്ടിട്ട് ഓഡിയൻസ് പറയട്ടെ. ടെലികാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും. അവിടെ ഈ ഒരു അവാർഡ്സിന്റെ സമയത്ത് മമ്മൂക്കയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഒരുപാട് നാൾ മമ്മൂക്ക ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്കറിയാം, നമ്മളെല്ലാവരും മമ്മൂക്ക ഭയങ്കര ഇഷ്ടപ്പെടുന്നു. സോ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു മമ്മൂക്കാനെ അവിടെ വെച്ച്. സോ ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? എന്തെങ്കിലും കോൺവെർസേഷൻ? So seriously, I was like awestruck early. I mean, മമ്മൂക്കയുടെ വാക്കും തേജസ്സും നമുക്ക് എത്ര പഠിച്ചാലും അതിന്റെ അടുത്ത് പോലും എത്താൻ പറ്റില്ല. And he was like, he was just looking like എന്താ പറയാ, 30-35 years old man, still with that charm and energy and his timing sense. I was awestruck. മമ്മൂക്ക അത്രയ്ക്ക് കളിയാക്കും, കോമഡി ചെയ്യുന്ന എനിക്ക് അപ്പോഴാ അറിയാം. നമ്മൾ പെർസ്പെക്റ്റീവായിട്ട് നോക്കുമ്പോൾ മമ്മൂക്ക കുറച്ച് സീരിയസ് മോഡാണ്, അങ്ങനെ കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല ഇന്റർവ്യൂലൊക്കെ. പക്ഷെ സ്വീറ്റാണ്, നമ്മൾ പഴകുമ്പോൾ സ്വീറ്റാണ്, അങ്ങനത്തെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നലെ പിഷാരടി ചേട്ടൻ മമ്മൂക്ക സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, ഇറ്റ് ഈസ് റിയലി ഫൺ ആണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിറയെ ഇൻട്രസ്റ്റിംഗ് ഫുട്ടേജസ് നിങ്ങൾക്ക് ഓഡിയൻസിന് കാണാം. അതും സർപ്രൈസ് ആണ്, ഒന്നും പുറത്ത് വിടൂല. എന്റെ അടുത്ത് രഹസ്യമാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞേക്കണം. ഇനി അടുത്തത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് വരാൻ നല്ലൊരു മ്യൂസിക് ഡയറക്ടർ ആണെന്ന് കേട്ടിട്ടുണ്ട്. സോ ആക്ച്വലി പാഷൻ ആക്ടിംഗ് ആണോ, മ്യൂസിക് ഡയറക്ഷൻ ആണോ, സിംഗിങ് ആണോ, എന്താണ്? ആക്ച്വലി ഐ സ്റ്റാർട്ടഡ് ആസ് എ സിംഗർ 2012. മൈ ഫസ്റ്റ് റിയാലിറ്റി ഷോ ഇൻ തമിഴ്. ഓൾമോസ്റ്റ് എല്ലാ ചാനലിലും റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട് തമിഴില്. സോ ആസ് എ സിംഗർ ഐ സ്റ്റാർട്ടഡ്, ആൻഡ് ആസ് എ സിംഗർ ഐ കംപ്ലീറ്റ്ലി സ്റ്റാർട്ടഡ്. ആൻഡ് എൻ്റെ ഫ്രണ്ട് പ്രകാശ് എന്ന് പറഞ്ഞിട്ട്, ഹീസ് എ ഡയറക്ടർ ദർ, ആൻഡ് ഹിസ് ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞാൻ മ്യൂസിക് ചെയ്യാൻ തുടങ്ങി. So he is the one who inspired me to, forced me to come into music direction. So പുള്ളിക്കാരൻ്റെ സോങ് ഷോർട്ട് ഫിലിംസ് ഒക്കെ മ്യൂസിക് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് I started doing many ads and 30-35 ഷോർട്ട് ഫിലിംസ് മ്യൂസിക് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് കുറേ TV-series ആഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മ്യൂസിക് ചെയ്യാൻ തുടങ്ങി. പിന്നെ I did 3 films in Tamil as proper music director. ആൻഡ് അത് ഞാൻ ചെയ്തിട്ടിരിക്കുന്ന കാലത്ത്, സോ നമ്മൾ വലിയ ആളൊന്നും അല്ലല്ലോ, നമ്മൾ എങ്ങനെയും തട്ടി പിടിച്ച് പോണ്ടേ, മന്ത്ലി അധികം വന്ന് EMI ഒക്കെ എങ്ങനെയും ഒന്ന് അടച്ചു പോകണം പറഞ്ഞിട്ട്. ഈ ശ്യാമാമ്പരത്തിൽ ഇപ്പൊ മലയാളത്തിൽ വായിക്കാനും ഇതിനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത്? ഇപ്പോഴും ഉണ്ട്. എനിക്കിപ്പോ അസോസിയേറ്റ് ചാർട്ടൊക്കെ ചെയ്യുമ്പോ ധൈര്യമായിട്ട് നിന്ന് ചാർട്ട് ചെയ്യും എന്റെ അടുത്ത് നിന്ന്. എനിക്ക് ഒന്നും വായിക്കാനും അറിയില്ല, ഒന്നും അറിയില്ല. നാളെ നമുക്ക് ഷൂട്ടിന്റെ വന്ന പോലും നമുക്ക് എഴുതുമ്പോൾ ആർട്ടിസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് വായിക്കാൻ അറിയില്ല. അങ്ങനെ ഉണ്ട്. ബട്ട് those ADs are sweet, helping. They'll come and explain the scene. നമുക്ക് മലയാളം സംസാരിക്കാൻ വളരെ സ്പഷ്ടമായിട്ട് നമ്മളോട് സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ ഐ ക്യാൻ മാനേജ് ആൻഡ് ഡെലിവർ ദ ഡയലോഗ്സ്. ടൈമിങ്ങും മോഡുലേഷനും അതൊക്കെ പിടിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യാം. സോ അതുകൊണ്ട് അത് പ്രശ്നമില്ലാണ്ട് പോകുന്നതുകൊണ്ട് നമ്മള് അങ്ങനെ വിട്ടു. ഏറ്റവും കൂടുതൽ ഒരു ടഫസ്റ്റ് സീൻ ഏതായിരുന്നു ഷൂട്ട് ചെയ്തല്ലോ ശ്യാമാമ്പരത്തില്? Actually, the toughest scene was like, എന്നുവെച്ചാല്
ഞാൻ ഫസ്റ്റ് വന്ന ബിഗിനിങ്ങില് അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെടുന്ന പോലെ ഒരു സീൻ ഉണ്ടായിരുന്നു. അതെന്നു വെച്ചാല് ഫസ്റ്റ് ടൈം ഞാൻ വന്ന് ഒരു 1 week 2 weeks ഓൾ ആർട്ടിസ്റ്റ് കോമ്പിനേഷന് എല്ലാ ആർട്ടിസ്റ്റും എല്ലാം വലിയ വലിയ ആർട്ടിസ്റ്റ്, രശ്മി ഭുവൻ ചേച്ചി, അമൂസിനാണ് വിളിക്കുക, പിന്നെ ഒന്ന് സദനൻ ചന്ദ്രൻ ചേട്ടൻ, പിന്നെ ആൻ, മനീഷ, ആനന്ദേട്ടൻ, ആദിത്യൻ ചേട്ടൻ, എല്ലാവരും ഉണ്ട്. ആനന്ദേട്ടൻ, ആദിത്യൻ ചേട്ടൻ എല്ലാവരും ഉണ്ട്. സോ പിന്നെ കുപ്ലേരി സർ ഡയറക്ഷൻ. സോ എനിക്ക് വിറച്ചിട്ട് എല്ലാ ആർട്ടിസ്റ്റ് നമ്മൾ ടേക്ക് എടുത്ത് പറഞ്ഞാൽ എന്ത് ചെയ്യോ, അയ്യോ എല്ലാവരും ടെൻഷൻ ആവോ എന്തോ ഏതോ എന്ന് വിചാരിച്ചിട്ട് പോയി. ബട്ട് അത് ഒന്ന് കോപ്പറേറ്റ് എങ്ങനെ ചെയ്തു. ആൻഡ് എവരി വൺ സെഡ്, അന്നാണ് ഫസ്റ്റ് ടൈം എവരി വൺ സെഡ് നൈസ്, ഇറ്റ് വാസ് നൈസ്, ഇറ്റ് വാസ് നൈസ് ആണെന്ന് പറഞ്ഞു. ടെൻഷൻ ചേർന്ന സമയത്ത് ഭയങ്കര ഓ സത്യം. അതും മോഹൻ സാർ ഇരിക്കുമ്പോ ഇറക്കി നമുക്ക്. അതെ, ഇറ്റ് വാസ് നൈസ്. ഐ മീൻ I learned so much, I mean, from Mohan sir, Kupleri sir. തീർച്ചയായിട്ടും പറയാം. അഖിലിന് ഒരു ക്യാരക്ടർ എന്നുള്ളിൽ മോൾഡ് ചെയ്തത് മോഹൻ സാറാണ്. സോ നൗ ശ്രീകുമാർ സാറൊക്കെ ചെയ്യുന്നുണ്ട്. ഐ മീൻ മോഹൻ സാർ മാറി, ഇപ്പോൾ ശ്രീകുമാർ സാറാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഗോയിങ് ഗുഡ്. അവിടെ നിന്ന് കിട്ടിയ ഇത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. ഏറ്റവും കൂടുതൽ അവിടെ ഒരു ലൊക്കേഷനിൽ ഒരു ഫൺ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? അവിടെ ഏറ്റവും കൂടുതൽ തമാശ ഒപ്പിക്കുന്ന ഒരാള്? ഞങ്ങൾ സെറ്റേ ഫണ്ണുണ്ട്, സെറ്റേ ഫണ്ണല്ല എല്ലാരും. ഞാന്, ഹരി, മനീഷ, ആന്, രശ്മി ചേച്ചി, ആനന്ദൻ. So fun. I mean, the whole team is like a family. So a set which doesn't have ego. എനിക്ക് ഈ സീനിൽ ഞാനല്ലേ ഇമ്പോർട്ടൻ്റ്, അങ്ങനത്തെ ഒരു കാര്യവുമില്ല അവിടെ. എന്തുണ്ടോ അത് ഞങ്ങൾ ചെയ്യും, അത്രേ ഉള്ളൂ. സോ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കുറേ സംസാരിക്കും, കുറേ റിഹേഴ്സൽ പോലെ ചെയ്യും. സോ ഞാൻ സീനിയർ ആർട്ടിസ്റ്റ് ആണ്, നീ എങ്ങനെ എൻ്റെ മുമ്പിൽ നിൽക്കുക, അങ്ങനത്തെ ഒരു പരിപാടി അവിടെ. എല്ലാരും ലൈക്ക് എ ഫാമിലി ആൻഡ് ഫ്രണ്ട്, ഒരു ജോവിൽ കൈൻഡാണ്. കാരണം എനിക്കറിയാം, കാരണം ഇതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരും കുറച്ച് പേര് എനിക്ക് പേഴ്സണലി അറിയാം. എല്ലാവരും അതുപോലെ തന്നെ രമാ മാമിന്റെ കാര്യവും ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഭയങ്കര ഫണ്ണി ആയിട്ട് എൻഗേജിങ് ആയിട്ട്. ചിലപ്പോ രമാ മാം ഷൂട്ടിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ കളിച്ചു നിൽക്കും. ഡയറക്ടർ സാർ പറഞ്ഞു ടേക്ക് അയ്യോ അതല്ലേ എന്റെ സീരിയലല്ലേ, മാമെ അപ്പനെ റിയലൈസ് ചെയ്യും. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ സോ ഇറ്റ്സ് ലൈക്ക് ഫൺ ടു വർക്ക്, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഇനി ഇപ്പൊ 500 എപ്പിസോഡ്സ് കഴിഞ്ഞു. ഇപ്പൊ എത്ര എപ്പിസോഡ്സ് ആയി? മൊത്തം 525,000 എപ്പിസോഡ്സും 1,500 ഒക്കെ കടന്നങ്ങ് പോട്ടെ. ഇനി നെക്സ്റ്റ് അടുത്ത റാപ്പിഡ് ഫയർ ചെറിയ സംഭവങ്ങളിലേക്ക്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അത് ആൻസർ ചെയ്യണം, അത് എന്തുകൊണ്ടാന്നുള്ള സാധനം കൂടെ പറയണം. സിമ്പിൾ സാധനം. സിംഗിങ്, ആക്ടിങ് ഓർ ഡാൻസിങ്? ഇപ്പോ ഐ ഗെസ് now my life is based on acting, and definitely my life will be with singing, acting and composing. Dancing nice ആയിട്ട് ഒഴിവാക്കി. അത്രേ ഉള്ളൂ. Okay, next question. Favorite person on set and why? Favorite person on set is Harida, and definitely she is my best friend. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ അവൾ കൊല്ലും. That's why. Okay, ഈ ക്യാമറ ഫിയറും അതുപോലെ തന്നെ ക്രൗഡിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ചെറിയതായിട്ട് ഒരു അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ആളാണ്. ഞാൻ 2012 തുടങ്ങുമ്പോൾ, ഞാൻ റിയാലിറ്റി ഷോസിൽ തുടങ്ങുമ്പോൾ ഐ ഹാഡ് ദ വേർസ്റ്റ് ക്യാമറ ഫിയർ എവർ. ഇനി എൻ്റെ മൗത്ത് ഡ്രൈ ആവും. സിംഗിങ്, ഇൻഫാക്ട് അത് സിംഗിങ്ങില് അത് പാടുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോ ഇത് ഇന്നലെ സംസാരിച്ചും കത്തിയും കൂപ്പിയും വയ്യ. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഫിയർ ഉണ്ടായിരുന്നു. അത് എൻ്റെ അമ്മ പറഞ്ഞോണ്ടിരിക്കും ഫിയർ ആവല്ലേ എന്ന്. ഫസ്റ്റ് ടൈം എൻ്റെ അമ്മ വന്ന് ഇന്നലെ അവാർഡ് ഫംഗ്ഷൻ കണ്ടിട്ട് നിന്റെ സ്റ്റേജ് ഫിയർ ഒക്കെ പോയില്ലേ. സോ ദാറ്റ്സ് happy about it. Okay, fine. So next question, romantic scenes or emotional scenes? Emotional scenes. Okay, why? It has lot to, I mean, improvise. Everyone's emotion is different, alle. More than romantic thing, everyone is a different way of romance, but emotions എന്ന് പറയുന്നത് it hit your heart so much. So അത്
ചെയ്ത് ഒരുത്തരന് നമ്മളുടെ എമോഷൻ കൺവേ ആയ ഒരു ആൾക്കാര് എമോഷൻ ആവണമെന്ന് വെച്ചാൽ ദാറ്റ്സ് നൈസ് അല്ലേ. ഐ ലൈക്ക് ടു ഡു എമോഷണൽ സീൻസ് മോർ ദാൻ അതും ബിക്കോസ് എനിക്കും രശ്മി ചേച്ചിക്കും കോമ്പിനേഷൻസ് അമ്മയും മകനും കോമ്പിനേഷൻസ് ഒക്കെ വരുമ്പോൾ ഐ ഫീൽ ലൈക്ക് നൈസ് വിൽ ഡു ഇറ്റ് അങ്ങനെ കോമ്പിനേഷൻസ് ഒക്കെ അതായത്. വാട്ട്സ് ദ തിങ് ദാറ്റ് യു ഹാവ് ചേഞ്ച്ഡ്? അതായത് സ്റ്റാർട്ടിങ് കരിയറിന് ആക്ടിംഗ് വൈസ് സ്വയം കണ്ടെത്തി ഇംപ്രൂവ് ചെയ്ത് ഓക്കെ ഞാൻ ചെയ്യുന്നത് ശരിയായിരുന്നു, ഇപ്പൊ അത് മാറ്റിയാൽ ഓക്കെ ആവുമെന്ന് തോന്നിയിട്ട് ചെയ്തൊരു കാര്യം? അല്ല ഐ മീൻ ലോട്ട് ഇസ് ദർ ബിക്കോസ് ഞാൻ ബോൺ ആക്ടർ അല്ല. ഐ ജസ്റ്റ് ലേൺഡ് ആക്ടിങ് ലൈക്ക് ലുക്കിംഗ് ഔട്ട് ടു രജനി സർ, കമൽ സർ, മമ്മൂക്ക, ലാലേട്ടൻ, ഇങ്ങനത്തെ ദിലീപ് ഏട്ടൻ. ഐ ലവ് ദിലീപ് ഏട്ടൻ മൂവീസ് ആണ്. സോ ബിക്കോസ് ഹിസ് ടൈമിങ് സെൻസ്, ഹിസ് ബോഡി ലാംഗ്വേജ് എല്ലാവരുടെയുമേ ഒരു ഡിഫറെന്റ് ലെവലിലാണ്. സോ അങ്ങനെ നമ്മൾ നോക്കിയിട്ടാണ് വി ഗ്രൂ അപ്പ്. സോ അങ്ങനെ ഞാൻ നോക്കി എന്ന് ചെയ്യും. വെൻ ഐ ഡു എ സീൻ I'll see it on whatever OTT platforms and അതിൽ നമ്മൾ എന്ത് ചേഞ്ച് ചെയ്യാമെന്ന് ആലോചിക്കും. സോ അങ്ങനെ പിന്നെ ആ സീൻസിൽ ചെയ്യുമ്പോൾ സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ടാവും, അവരേതെങ്കിലും സജഷൻസ് പറയും. സോ അങ്ങനെ ചേഞ്ച് ചെയ്ത് ചെയ്യുന്നതേ ഉള്ളൂ. സ്വയമായിട്ട് കണ്ടിട്ട് ചേഞ്ച് ചെയ്തൊരു സംഭവം സ്വയമായിട്ട് ചെയ്തത് ഐ ഫെൽറ്റ് ഐ വാസ് ലിറ്റിൽ റിജിഡ്. ഫേസിൽ മാത്രം എക്സ്പ്രഷൻ കൊടുത്ത് ബോഡി അത്ര സ്റ്റിഫായിട്ട് ഉള്ള. But now I have changed myself to move around and use my hands and use my body free ആയിട്ട്. So അത് ഞാൻ ഇപ്പോൾ അല്ല, സീരിയൽ ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഐ റിയലൈസ്ഡ് ഐ ഹാവ് ടു ബി ലൈക്ക് ദാറ്റ് ആൻഡ് ഐ ഡിഡ് ചേഞ്ച്. ബെസ്റ്റ് പാർട്ട് ബീയിങ് എ സീരിയൽ ഹീറോ, വാട്ട് അട്രാക്ട്സ് യു മോർ? ഐ മീൻ ഒരു സീരിയൽ ഹീറോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എന്താണ് ഒരു ബെസ്റ്റ് പാർട്ട് എന്താണ്? അല്ല മൂവീസിനെയും സീരിയൽസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന രണ്ട് തിങ്ങനെ. ബിക്കോസ് സീരിയൽസ് വി ഗോ ഇൻ ടു ദിയർ ഹൗസസ് ഡെയിലി. മൂവീസ് ഓബിയസ്ലി അത് നമുക്ക് എപ്പോ റിലീസ് ആവണം അപ്പോ. സോ ഡെയിലി പ്രേക്ഷകരോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് അത് ഇറ്റ്സ് എ ഗിഫ്റ്റ് ആക്ച്വലി. സോ അതിലിരിക്കുന്നത് ഐ എം സോ ഹാപ്പി ആൻഡ് ഡെഫിനറ്റ്ലി ഐ വോണ്ട് ഇപ്പൊ ഞാൻ അടുത്ത മൂവി ചെയ്താലോ ഇത് ചെയ്താലോ നമ്മൾ സീരിയൽ ഉണ്ടായിരുന്നു ഞാൻ മൂവി ചെയ്ത് അങ്ങനെ പറയില്ല. ബിക്കോസ് സീരിയൽ ഇസ് സീരിയൽ. ഡെയിലി നമ്മൾ ഒരു സമയത്ത് അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ഡെഫിനറ്റ്ലി ഐ മീൻ മോർ ദാൻ ആക്ടേഴ്സ് ദേ സ്റ്റാർട്ട് ടു സീ അസ് ലൈക്ക് ഫാമിലി. എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ ഗുരുവായൂരിൽ ഷൂട്ട് ചെയ്തു. സോ ഗുരുവായൂരിൽ ഷൂട്ട് ചെയ്തപ്പോ വി കുഡന്റ് ഷൂട്ട്. സോ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ക്രൗഡ് വന്ന് ശ്യാമ, അഖിൽ സർ, എനിക്ക് ഇങ്ങനത്തെ ഒരു മകൻ വേണം, എനിക്ക് ഇങ്ങനത്തെ ഒരു മകള് വേണം, ഇങ്ങനത്തെ ഒരു മരുമകള് വേണം. സോ എന്തിനാ മോളെ ഇങ്ങനെ കറയണേ, കുറച്ച് നമുക്ക് ഒന്നുമില്ല, അഖിൽ സാർ ഉണ്ടല്ലോ നിന്ന് നോക്കിക്കോളും. സോ ദേ ആർ കംപ്ലീറ്റ്ലി ഇൻ ടു ദ ക്യാരക്ടർ. സോ അത് കുറവാണ്, അത് ഐ മീൻ അത് കൂടുതലാണ്. So in serial, so that in that way definitely that's a plus I guess. Yeah, okay, great. ആക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും കൂടെ ആക്ട് ചെയ്യുന്നവരുടെ സങ്കടം കണ്ടിട്ട് സങ്കടം വന്നു പോവുകയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഫൺ സാധനം കൊണ്ട് നമ്മുടെ കൺട്രോൾ വിട്ടു പോയിട്ട് ആ ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് രണ്ടാമത് ചെയ്യേണ്ടി വന്ന ഒരു സംഭവം? രണ്ടുമുണ്ട്. എന്താ വെച്ചാല് എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റ് ആണ്. ആൻഡ് എല്ലാവരും എമോഷണൽ സീനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എമോഷണലി കണക്റ്റഡ് ആവും ആ സീനിൽ. സോ അതുകൊണ്ട് നമുക്കും എമോഷൻ വരുമെന്ന് വിചാരിച്ച് അവരും ഷൂട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഓൾറെഡി അവർ ചെയ്തത് കൊണ്ടാണ് നമുക്ക് അത് ഇതാവണത്. സോ അങ്ങനത്തെ കുറെ ഇവന്റ്സ് രശ്മി ചേച്ചി ആയിരുന്നാലും ഹരിത ഷീ ഈസ് വെരി ഗുഡ് അറ്റ് എമോഷണൽ സീൻസ് ആൻഡ് സ്റ്റഫ്സ് ആൻഡ് അതേപോലെ എല്ലാ ജനറേഷൻ ചേട്ടൻക്ക് ഹിസ് വോയിസ് ആൻഡ് ഓൾ വിൽ ബി സോ പവർ. സോ അങ്ങനെ എല്ലാരുമേ നല്ല സീൻ ചെയ്യും. പിന്നെ ബെസ്റ്റ് ചിരിച്ചത് ആനന്ദേട്ടന്റെ കൂടെ നിന്ന് പറഞ്ഞാൽ എമോഷണൽ സീനല്ല ഏത് സീനായാലും ചിരിച്ചു പോകും. ചിലപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് അത് കാരണം ഡയറക്ടറിന്റെ അടുത്ത് എന്താ കാണിക്കുന്നത് നമുക്ക് ചീത്തയൊക്കെ ചെയ്യും. അങ്ങനത്തെ സിറ്റുവേഷൻസ് അത് ആനന്ദേട്ടൻ ഇരിക്കുന്നതോലോ അത് മാറില്ല. സോ അങ്ങനത്തെ കുറെ ഫൺ ഡെഫിനറ്റ്ലി വിൽ നോട്ട് ഡു ഇറ്റ് വൈൽ ഡൂയിങ് ദ സീൻ കഴിയുമ്പോ ഒരു കൗണ്ടർ അടിക്കും. പിന്നെ നമ്മൾ അതിനെ വിചാരിച്ച് ചിരിച്ചോണ്ടിരിക്കും.
ഓക്കെ ഗ്രേറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ എ വാല്യൂബിൾ ടൈം. നല്ല ഉറക്കത്തിലായിരുന്നു, കണ്ണ് കാണുമ്പോൾ അറിയാറുണ്ട് ഞങ്ങൾ വിളിച്ച് ശല്യപ്പെടുത്തി കൊണ്ടുപോകാൻ. പക്ഷെ ഒരു മടിയും കൂടാതെ സന്തോഷത്തോടു കൂടി നമുക്ക് കുറച്ച് നേരം തന്നതിൽ സന്തോഷം, ഒരുപാട് സന്തോഷം. 520 എപ്പിസോഡ്സ് ആയി, ഇനിയും ഒരുപാട് എപ്പിസോഡ്സ് വരട്ടെ. 1000 കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ വന്നിരുന്നു. അപ്പോൾ വേറെ കുറെ വിശേഷങ്ങൾ ഉണ്ടായിരിക്കും, അത് നമുക്ക് കേൾക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ല മാത്രം കഴിക്കും. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.